അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കരുവാരൻ്റെ അങ്ങാടിയിലാണ്. കരുവാരൻ്റെ അങ്ങാടിയിൽ നിന്ന് നമ്മളിപ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ടിരിക്കുന്നത് കേരളാംകുണ്ട്. ഇതാണ് കരുവാരക്കുണ്ട് കേരളാംകുണ്ട് വാട്ടർഫോൾ. 20 മിനിറ്റും 7.5 കിലോമീറ്ററാണ് ഇങ്ങോട്ട് കാണിക്കുന്നത്. 7.5 കിലോമീറ്റർ. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിയേണ്ട സ്ഥലം കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാകുമ്പോൾ കുറച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ലെഫ്റ്റ് തിരിയാണ്ട് ആ സ്ഥലം ഞങ്ങൾക്ക് കാണിച്ചു തരാം. അതാ ഇവിടുന്ന് നമുക്ക് ഒരു ലെഫ്റ്റ് തിരിയാണ്ട്. കാരണം കരുവാരക്കുണ്ട് ടൗണ്, കരുവാരക്കുണ്ട് കേക്കേത്തല ടൗണ്. ഇവിടുന്ന് ഒരു ലെഫ്റ്റ് ഉണ്ട്. ഇവിടുന്നാണ് നമുക്ക് തിരിയേണ്ടത്. ഇതാണ് റോഡ്. ഈ പാണ്ടിക്കാട് വൈക്കൊക്കെ വരുന്ന ആൾക്കാർക്ക്, മാമ്പി വരുന്ന ആൾക്കാർക്കൊക്കെ അവിടുന്ന് റൈറ്റേക്കാണ് തിരിയേണ്ടത്. ഈ കാണുന്ന സ്ഥലത്ത് നിന്ന് വലത്തേക്ക് തിരിഞ്ഞിട്ട് വേണം നമ്മൾ കേരളാംകുണ്ട് വാട്ടർഫോൾസിലേക്ക് പോകാം. എന്താ ബോർഡും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. കേരളാംകുണ്ട് വാട്ടർഫോൾ കേട്ടോ. ഇപ്പോൾ ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞിട്ട് വേണം നമുക്ക് ഫോൾസിലേക്ക് പോകാൻ. നമ്മൾ ഈ കേരളാംകുണ്ട് വാട്ടർഫോൾസിൻ്റെ അവിടേക്ക് തിരിയണ അവിടെ നിൽക്കുന്നത്. എൻ്റെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നതിൻ്റെ ലെഫ്റ്റ് റൈറ്റൊക്കെ ഫുള്ള് കൊക്കോണ്. ഇങ്ങനെ കൊക്കോക്കായി. ഈ ഫുള്ള് തോട്ടം, ബാക്കിൽ കാണുന്ന ഫുള്ള് തോട്ടം കൊക്കോക്കായാണ്. പക്ഷേ ഇപ്പോൾ സീസൺ അല്ലാതെ കൊണ്ടാണ്, ഉണ്ടായി തുടങ്ങുന്ന സീസണാണ്. ചെറിയ കായ് മുതൽ ആയി വരുന്നുണ്ട്. ചിലതൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ മേലൊക്കെ കയറുമ്പോൾ ഞാൻ അവിടെ ഉണ്ടോ നമുക്ക് നോക്കാം. ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇത് വെച്ചിട്ടാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ടോ, അതെല്ലാവർക്കും അറിയുമെന്ന് കരുതുന്നത്. പക്ഷെ നമ്മൾ എന്ത് സാഹചര്യത്തിൽ പറഞ്ഞു തരണമല്ലോ ഇത് കാണുമ്പോൾ. അപ്പോൾ നമുക്ക് മേലൊക്കെ കയറി നോക്കാം. ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ മുമ്പ് വന്നെന്ന് വരെ. അപ്പോൾ ഇനിയിപ്പോൾ റീൽസിലവിടെ കണ്ടിരുന്നു നമ്മൾ, പിന്നെ ഇതിൻ്റെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്ന വീഡിയോ. അപ്പോൾ എന്താ പട്ട നമുക്ക് ചെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ തിരിഞ്ഞു പോവാണ്. നമ്മൾ ഹെൽമെറ്റും ഗോപ്രോയും കാര്യങ്ങളൊക്കെ സെറ്റാക്കിക്കണേ. അപ്പോൾ ഗോപ്രോ വിഷ്വൽസും പാടെ നമ്മളിതിൽ ഉൾപ്പെടുത്തും. അപ്പോൾ കയറി നോക്കാം. അപ്പോഴൊക്കെ കോൺക്രീറ്റ് തന്നെ കേട്ടോ. ഇവിടെ കുറേ കാലമായിട്ട് കോൺക്രീറ്റ് തന്നെയാണ്. ലഭ്യ എത്ര കൊല്ലമായിട്ടുണ്ട് ഇവിടെ കോൺക്രീറ്റ് ഉണ്ടാവും? ഒരു 3-4 കൊല്ലം എന്തായാലും ഇവിടെ കോൺക്രീറ്റ് ആയിട്ട്. ഓഫ് റോഡ് തുടങ്ങിയത്. ഓഫ് റോഡ് കല്ല് പതിച്ചതാണ്. സൗണ്ടൊക്കെ നല്ല ഗ്യാപ്പ് ഒരു വർത്താനം പറയുമ്പോൾ. ഓഫ് റോഡ് ആണെങ്കിലും ഏത് വണ്ടിക്ക് സുഖമായിട്ട് വരാം കേട്ടോ. സ്കൂട്ടിക്കൊക്കെ വരാം. കുറച്ചേരം കയറുണ്ടാവുന്നുള്ളൂ. പോണ നോക്കണില്ലേ, കുണ്ടി പോണ വരെ പോണ സ്ഥലമൊക്കെ. ഓഫ് റോഡ് കിങ് മേക്കിംഗ് ഓൺ ദ ഓഫ് റോഡ്. വരുന്നുണ്ട്. ഹരിയറ റോഡ്. ഹായ് ഇതാണ് ഇവിടുത്തെ സാധാരണക്കാർ. നിങ്ങൾ കണ്ടില്ലപ്പോൾ ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടാണ്ട് താഴത്തേക്ക് ഇറങ്ങും. അത് വിറ്റാണ്ട് അതിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് വീട്ടിലേക്കുള്ള ആവശ്യമുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു കയറും. കുറച്ച് പാവപ്പെട്ട മനുഷ്യന്മാരാണ് ഇവിടെ ജീവിക്കുന്നത്. ഈ കാണുന്ന സാധനം എന്താണെന്ന് മനസ്സിലായെങ്കിൽ ഇതൊരു ആൽമരാണ്. ഇത് ഞാൻ ഒന്ന് സൂം ഔട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ സൈസ് ഇതാ. ഒരു പാറനെ ഫുള്ളായിട്ട് വീങ്ങിയേക്കാണ് ഒരു ആൽമരം. ഞങ്ങൾ ഫസ്റ്റ് ടൈമൊക്കെ വരുന്ന സമയത്ത് ഇത് ഇത്ര ഒന്നുമില്ല, ചെറിയൊരു മരയും. അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊന്നുമില്ല. കാരണം ഞങ്ങളൊക്കെ വരുന്ന സമയത്ത് 2014 അതിലെ അതിൻ്റെ മുമ്പ് കാലഘട്ടങ്ങളിലൊക്കെയാണ്. സ്കൂൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ വരുന്നത്. പക്ഷെ ഇത് ഇപ്പോൾ ഒരു പാറമ ഫുള്ളായിട്ട് ആൽമരം ഉണ്ടായിക്കോട്ടെ. നല്ല രസമായി നിൽക്കണം. നല്ലൊരു കാഴ്ചയാണ്. ഇപ്പോൾ നമ്മൾ ചെറിയൊരു ഓഫ് റോഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്ട് നമ്മളിപ്പോൾ കൽക്കുണ്ട് അഥവാ കേരളാംകുണ്ടിൻ്റെ എൻട്രൻസിലെത്തിയിട്ടുണ്ട്. ഇതാ കാണുന്നതാണ് എൻട്രൻസ്. ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു ഓഫ് റോഡ്, ഏകദേശം ഒരു 1 കിലോമീറ്ററിൻ്റെ ഓഫ് റോഡേ ഉള്ളൂ. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഏത് സ്കൂട്ടിക്കും സുഖമായിട്ട് കടന്നു വരാം. അപ്പോൾ വണ്ടികളൊക്കെ കുറഞ്ഞ ആൾക്കാരുള്ളൂ. കാരണം ഇന്നൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ കുറഞ്ഞ ആൾക്കാരുള്ളൂ. ഒരു 4 ബൈക്കുണ്ട്, അവിടെ ഒരു കാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ടിക്കറ്റ് കൗണ്ടർ. പിന്നെ
20 ടിക്കറ്റ്. അതിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കണ്ട. പിന്നെ 3 മണിക്കൂറോ ഒരാൾക്ക് സമയപരിധി? ഓക്കെ. പിന്നെ ഇതാണ് വർക്കിംഗ് ടൈം. 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ. ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങോട്ട് വരുമ്പോൾ ക്യാഷ് കയ്യിൽ വെക്കണം. ഇവിടെ ഗൂഗിൾ പേ വർക്കിംഗ് അല്ല, കാരണം ഇവിടെ റേഞ്ച് സിഗ്നൽ വളരെ കുറവാണ്. നമ്മളിപ്പോൾ വാട്ടർഫോളിന്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ആ കാണുന്നതാണ് ബ്രിഡ്ജ്. ലഭ്യ ആ ബ്രിഡ്ജ് ഒന്ന് കാട്ടി കൊടുത്താ. അല്ല ഇജ്ജ് ഇനി അവിടെ എത്തിയിട്ടും കാട്ടിത്തരണ്ട. ഞങ്ങൾക്ക് ഒരു ഫ്ലവർ കാണിച്ചു തരാം. ഇതാ ഇതിന്റെ പേരെന്തോ എന്താ പറഞ്ഞേ, ഹൈഡ്രജനോ അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞു. ഇത് ഒരു പൂവ് ഇങ്ങനെ പൂത്ത് കഴിഞ്ഞാൽ 1 മാസത്തിൽ കൂടുതൽ നിൽക്കുന്നതാണ്. ഈ ഒരു പൂവ് ഇങ്ങനെ 1 മാസത്തിൽ കൂടുതൽ നിൽക്കും. അവിടെ കേരളാംകുണ്ട് വാട്ടർഫാൾസിൻ്റെ അടുത്ത് നല്ലൊരു ചെറിയ ഗാർഡനും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ നല്ലൊരു സ്പേസ് ഉണ്ട്. ഒരുപാട് വെറൈറ്റി പൂക്കളും ഇവിടെ ഉണ്ട്. ഒരു വൈലറ്റ് കളറിലെ പൂവ്, പേരൊന്നും വെച്ചാൽ അറിയാത്തതുകൊണ്ട് ഞാൻ പറയണില്ല. ലബീന അറിയോ? നല്ലൊരു നല്ലൊരു രസമുള്ള എൻട്രൻസിൽ നല്ലൊരു പൂവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടെ നടന്നു പോകുമ്പോൾ നല്ല രസമാണ്, നല്ലൊരു വ്യൂ ആണ്, അടിപൊളി. അപ്പോൾ നമ്മൾ വാട്ടർഫാൾസിൻ്റെ ബ്രിഡ്ജിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യാൻ പോവാണ്. ഇതാണ് ബ്രിഡ്ജ്. ഇപ്പോൾ 2012 അനിൽകുമാർ പിന്നെ ഈ പാലം കൊണ്ടുവന്നിട്ടുള്ളത്. അല്ലേ ബിയ? 2012 ഈ പാലം ഉദ്ഘാടനം ചെയ്തിന് അല്ലേ? അതൊക്കെ ആൾക്കാരും കാര്യങ്ങളൊക്കെ അവിടെ കുളിക്കുന്നുണ്ട്. അവിടെ ഒരു ഫാമിലി ഉണ്ട്. ഇതാണ് വാട്ടർഫോൾ കേട്ടോ. ഇപ്പൊ നല്ല ശാന്തതയാണ്, കാണാനൊക്കെ നല്ല രസമാണ്. പക്ഷെ ഇത് മഴക്കാലത്ത് ഈ കാണുന്ന പോരല്ല, ഹെവി ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ്. വന്നു പൂക്കാലം പാട്ട് നമുക്ക് അറിയാത്തതുകൊണ്ട് പിന്നെ നമ്മൾ പാടി കൊളാക്കിയുള്ള കൂടുതലായിട്ട്. പറഞ്ഞോ, ഞാൻ ഇങ്ങനെ നിൽക്കണമെങ്കിൽ ഒന്നും നോക്കണ്ട, മൈക്കവന്റെ കയ്യിലാണ്, കെയർ ആയിക്കോട്ടെ വരില്ല, വള്ളം ചാണ്ട സൗണ്ട് ആയിട്ട്. പിന്നെ നമ്മൾ നടക്കാം. നമ്മൾ എല്ലാവരും കണ്ടതാണ് ഇൻസ്റ്റാഗ്രാമിൽ ടോപ്പ് വ്യൂസ് ഉള്ള, അതായത് വേൾഡ് റെക്കോർഡുള്ളൊരു വീഡിയോ എടുത്തൊരു പ്ലേസാണ് നമ്മളെ കേരള കുണ്ട്. നമുക്ക് അതായത് നമ്മൾ കൽക്കുണ്ട് എന്ന് പറയുന്ന ഈ പ്ലേസ്. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടാവും, കൂടുതൽ ആളുകൾ കണ്ടിട്ടുണ്ടാവും ഒക്കെ അറിയാം. പക്ഷെ നമ്മൾ എല്ലാവർക്കും അറിയപ്പെടുന്ന ആൾക്കാർക്ക് നമ്മൾ ഒന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രം. പക്ഷെ നമ്മൾ ഇന്നും ആ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ 494 മില്യൺ വ്യൂസ് അതിന് കിടക്കുന്നുണ്ട്. അതായത് 5 കോടി ജനങ്ങൾ കാണാൻ വെറും 6 ലക്ഷം വ്യൂസിന്റെ കമ്മി മാത്രമാണ് ഇന്ന് ആ വീഡിയോക്കുള്ളത്. അതെന്തല്ലെങ്കിൽ നാളെ 5 കോടി ജനങ്ങളായിട്ട് നമ്മൾ ഇനി കാണും ആ വീഡിയോ തന്നെ. പോലെ ഏതെങ്കിലും അതിസാഹസികമായിട്ട് നമ്മൾ ഇതിലൂടെ ചോട്ടിക്ക് കാരണം വരും. നമുക്ക് ഏതായാലും പന്തടിച്ചാണെന്ന് അറിയില്ല, പന്തടിച്ച് സ്ഥലയിലും വെള്ളത്തിലൊന്നും ഇറങ്ങിക്കാനാണ്. ഓട്ടോ വണ്ടി പൂളിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് റിസ്ക് എടുത്തിട്ടൊക്കെ വേണ്ട വെള്ളച്ചാട്ടത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ. ഇവിടെ വെള്ളമായി കഴിഞ്ഞാൽ ഏത് വേനൽക്കാലത്തും വഹിക്കണ ഒരു സ്ഥലമാണ്. 2014 മുതൽ 12 മുതലോളം ഞങ്ങളിവിടെ സ്ഥിരമായിട്ട് വരവുണ്ട്. അതായത് ഇതൊക്കെ ഈ കൈവരിയും കാര്യങ്ങളൊക്കെ കെട്ടണതിൻ്റെ മുമ്പ് ഒരു റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഇല്ലാത്ത സമയത്ത് നമ്മളിവിടെ വരലെടുത്തിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞില്ല, ഈ പോകുന്നുണ്ട്. ഞങ്ങളെന്തായാലും ഒന്ന് ചാടാൻ പോകണമെങ്കിൽ ആ കാണാനൊക്കെ ഫുള്ള് തമിഴൻസ് ആണ് തോന്നുന്നുണ്ട്. അതുപോലെ ഡ്രസ്സിങ്ങും അല്ല ഇതൊക്കെ മൊത്തത്തിൽ കണ്ടിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ അവിടെ TN വണ്ടിയായിരുന്നു. ലബി താഴത്തെത്തിണ്ട്, ഞാനും പോയോട്ടെ. ചിലപ്പോൾ നമ്മളും ഇതേമാതിരി 500 മില്യനൊക്കെ അടിച്ചാലോ, കൊഞ്ഞാടി തന്നെ അടിച്ചാലോ.
താഴത്തേക്ക് ലബീബ് ഇറങ്ങിയാണ്. ഞാൻ ഇറങ്ങാൻ നിൽക്കുന്നുണ്ട്. വൈബ് ഉണ്ടില്ല ഞങ്ങള് അടിപൊളി സെറ്റ് സ്ഥലം. അപ്പൊ ഒന്ന് ഇറങ്ങി നോക്കല്ലേ? സ്ഥലം ഇറങ്ങിയാലോ? വിറക്കണെന്താ? അത്ര തണുപ്പുണ്ടോ? വെള്ളം തണുപ്പില്ലായിട്ടേ ഒലക്കാണ്, ചെറിയ തണുപ്പുള്ളൂ. വിറക്കണ റിസ്ഥാനൊക്കെ. അപ്പോ കേരള കൊണ്ടിന്റെ വീഡിയോ ഞങ്ങളിപ്പോ കണ്ട് തീരാൻ പോണത്. അപ്പൊ ഞങ്ങള് ഒരു കാക്കക്കൊലിയോട് കൂടി ഇത് അവസാനിപ്പിക്കാണ്. അപ്പോൾ വീഡിയോ അത്രയ്ക്ക് തന്നെ ഉള്ളൂ. ചെറിയ വീഡിയോ അവിടെ പോകുന്നു. അതായത് ഒരു 3 മണിക്ക് നമ്മൾ പോകുന്നു. ചെറിയൊരു വീഡിയോ അതാണ് പ്ലാൻ. വെള്ളം നല്ല തണുപ്പ് കേട്ടോ. ശരിക്കും നിങ്ങൾ വരേണ്ട കറക്റ്റ് പീക്ക് ടൈം ഇതാണ്. കാരണം മഴയും കാര്യങ്ങളൊക്കെ പോയി വെള്ളമൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ വെള്ളത്തിൻ്റെ ക്ലാരിറ്റി ആണ്. ഞങ്ങൾ ഇത്ര ചെറിയൊരു ക്ലിയറിൻ്റെ കമ്മിയുണ്ട്. അതിൻ്റെ കാരണം വെയിലിൻ്റെ കുറവാണ്. ഇന്ന് തീരെ വെയിലില്ല, ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ്. നല്ല വെയിൽ കൂടി ഉണ്ടെങ്കിൽ അടിപൊളി ക്ലിയർ നമുക്ക് കിട്ടിയിരുന്നു. ഏതായാലും ഇതൊരു ചെറിയ വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഈ പരിസരത്ത് ഇങ്ങനത്തെമാതിരി കുറേ വാട്ടർഫോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹിഡൻ ആയിട്ടുള്ള കുറേ പ്ലേസ് ഉണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ ഇനി ഷൂട്ട് ചെയ്താണ് നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ ഇതിവിടെ വൈൻഡപ്പ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.